Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് മറക്കണം. അവരെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നിങ്ങളെ അലട്ടാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും, അതായത് അവരുമായിട്ടുള്ള കോണ്ടാക്ട് അവരോട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അവരെ ചേസ് ചെയ്യുക, അവരുടെ പിന്നാലെ പോയിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്വയം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അതിനു വേണ്ടി സംസാരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ വീണ്ടും വീണ്ടും ആ ഒരു ടെൻഡൻസി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് പോയി ബെഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചേസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള സംസാരം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ നമ്പർ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, അതല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്കുള്ള കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി മാറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരെക്കുറിച്ചുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അവരെ മറക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ചിന്തകൾ മാറ്റി മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ വഴി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവരുടെ അപ്ഡേഷൻസ് അറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുക, എല്ലാം നിർത്തലാക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്നും എല്ലാ കോൺസെൻട്രേഷനും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ ലൈഫ് ഇനി എങ്ങനെ ആക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇനി ചിന്തിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഞാൻ അവസാനിപ്പിച്ചു, അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ വളരെയധികം ഹാപ്പി ആവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല വ്യക്തികൾക്കും അത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. മറിച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു തുടക്കം കുറിക്കുകയും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുത്ത് ആ ഒരു ട്രാക്ക് മാറ്റാൻ നിങ്ങളെ സ്വയം അലോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിനു വേണ്ടി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യുക. ആ ഒരു കാര്യം മടുപ്പില്ലാതെ കുറച്ചു നേരം അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയോട് നെഗറ്റീവ് ഇമോഷൻസ് ആണ് നിങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനോ സാധിക്കില്ല. കാരണം ഇവിടെ ഞാൻ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞത് പക, വെറുപ്പ്, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ഓരോ നിമിഷവും വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു ടൈം ഒരു കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല. മറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനും ആ വ്യക്തിയോട് എങ്ങനെ പ്രതികാരം ചെയ്യാം, അല്ലെങ്കിൽ ആ വ്യക്തിയോട് എങ്ങനെ പകവീട്ടാം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ മറക്കാനും സാധിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കില്ല.
അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫാണ്, അത് അവരെ അവരുടെ വഴിക്ക് വിടുന്നു, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന ചിന്താഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതുമായി യൂസ്ഡ് ആകും എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ മുന്നിൽ കാണാനോ ഇടയായാൽ പോലും നിങ്ങൾക്കത് വളരെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റിൽ അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഡൗൺ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയി അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ. എന്നാൽ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മൂവ് ഓൺ ആയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ വീണ്ടും കാണാനിടയായാലോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഇടയ്ക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയായിരിക്കണം, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കുക. ഫൈനലി അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ, എസ്പെഷ്യലി അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അധികവും അവർ തന്ന എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത എന്തെങ്കിലും ഗിഫ്റ്റുകളായിരിക്കാം. സോ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അവരുടെ ഫോട്ടോസ് ആയിരിക്കാം, അവരുടെ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ തന്ന ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കാം, എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ആ വസ്തുക്കൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ നമ്പർ കാണുന്ന സമയത്തൊക്കെ വീണ്ടും സേവ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ DP എന്തായിരിക്കും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഒരുപാട് നാളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ ഒരു ടെൻഡൻസി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നും അവരുടെ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരാളെ മറക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തിയെ മറന്നുകൊണ്ട് കുറെ കൂടി നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ പെട്ടെന്ന് ഇന്ന് തീരുമാനമെടുത്ത് നാളേക്കല്ല റിസൾട്ട് കിട്ടുക. തീർച്ചയായിട്ടും ഇതിനൊരു ടൈം ഉണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ടൈം നമുക്ക് തന്നെ സ്വയം നൽകുകയാണെങ്കിൽ ആ ഒരു കാര്യം പോസിബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് ഉറപ്പായും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്